ഡിയർ ഇലക്ട്രിക്കൽ ആസ്പിരൻസ്, ട്രിപ്ലി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രസ്റ്റീജിയസ് പോസ്റ്റ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കുള്ള കാറ്റഗറി നമ്പർ 96/2025. നിങ്ങളെല്ലാവരും ഇതിൻ്റെ പ്രിപ്പറേഷനിലാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ നെക്സ്റ്റ് മന്ത്, ദാറ്റ് ഈസ് നവംബർ 14 രാവിലെ 7 മണിക്ക് ഈ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് കേരള PSC. എന്താണ് ഈ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? നമുക്കറിയാം, കേരളത്തിലെ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണെന്ത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ തന്നെയാണ് ഏറ്റവും അതിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം അതൊരു ഗസറ്റഡ് പോസ്റ്റ് തന്നെയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും, 55,200 മുതൽ 1,15,300 രൂപയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ തന്നെ. അപ്പം ഈ ഒരു പ്രസ്റ്റീജിയസ് പോസ്റ്റിലേക്ക് നമുക്കറിയാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതിനുശേഷം കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റും കഴിഞ്ഞു. ഇപ്പം കറൻ്റ്ലി അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഏകദേശം 10,000-ഓളം പേര് ഇത് അപ്ലൈ ചെയ്തിരുന്നെങ്കിലും ഇപ്പം കൺഫർമേഷന് ശേഷം 7,909 പേരാണ് ഇപ്പം നിലവിൽ ഇതിന് കൺഫർമേഷൻ കൊടുത്ത് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഈ ഇത്രയും പേരും തന്നെ 7,909 പേരും എക്സാം എഴുതണമെന്ന് നിർബന്ധമില്ല. അത് വീണ്ടും കുറയാനായിട്ട് തന്നെയാണ് ചാൻസ്. അതിൽ തന്നെ ഒരു 1,500 മുതൽ 2,000 കുട്ടികൾ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുള്ളൂ. അപ്പം നമ്മുടെ ചാൻസസ് കൂടുകയാണ്. ആൻഡ് ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് എക്സാമിൻ്റെ ഒരു സ്റ്റാറ്റസ് കൂടി നമുക്കൊന്ന് നോക്കാം. അത് 132/2020 ആയിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ. അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുമ്പം കാണുന്നത്, അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 107 ആളുകളുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ 36 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 121 പേരുണ്ടായിരുന്നു. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 64.67. കട്ട് ഓഫ് മാർക്ക് കിടന്നതെന്ന് പറഞ്ഞ് ജോലി കിട്ടണമെന്നില്ല. ടോപ്പറിൻ്റെ മാർക്ക് 82 മാർക്സാണ്. അപ്പം നമ്മളൊരു സേഫ് മാർക്ക് എന്നുള്ള രീതിയിൽ ഒരു 70 എബോവ് എങ്കിലും മേടിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള സമയത്ത് നമുക്ക് ഒരു ടോപ്പ് മാർക്കിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ജോലി കിട്ടുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ആൻഡ് നമുക്കിനി അതിൻ്റെ ഒന്ന് സിലബസ് കൂടി ഒന്ന് നോക്കാം. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഉള്ളത് ഒരു 3 ടൈപ്പ് ഓഫ് ആളുകളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ആസ്പിരൻസ് എന്ന് പറയുന്നത്, ഒന്ന്, കുറേ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൂടാതെ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജോബ് ചെയ്യുന്ന ഒപ്പം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഫുൾ ടൈം ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒരു പ്രത്യേക ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാക്സിമം ഒരു 60 to 70 ദിവസമേ കിട്ടിയിട്ടുള്ളൂ. നമുക്കറിയാം, ഇന്ന് ഒക്ടോബർ 12 അടുത്ത മാസം 14 തീയതിയാണ് നമുക്കിൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 14 തീയതി രാവിലെ 7 മണിക്കാണ് പുതിയ PSCയുടെ ടൈം അനുസരിച്ച്. നേരത്തെ 7:15 നമുക്ക് കയറിയാൽ മതിയായിരുന്നു. ഇപ്പോൾ 7 മണിക്ക് കയറണം. അപ്പം നമുക്ക് അത്രയും ടൈമേ ഉള്ളൂ. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഒരു സേഫായിട്ട് നമുക്കൊരു 30 days ഉണ്ട്. 32 ഉണ്ട് ആക്ച്വലി. ഞാനൊരു സേഫ് സോണിൽ പറയുവാണ്. ഒരു 30 days ഉണ്ട്. അപ്പം 10 മൊഡ്യൂളാണ് നമുക്കറിയാം ഇതിന് 10 മൊഡ്യൂളാണ് ഉള്ളത്. ഈ 10 മൊഡ്യൂളിൽ ഓരോ മൊഡ്യൂളിനും 10 മാർക്സ് വീതമാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ മൊഡ്യൂളിനും നമുക്ക് 3 days ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തവർക്ക് ഒരു 2 days ഇതിന് ഓരോ മൊഡ്യൂളിനും കൊടുത്താൽ പോലും ഒരു 1 day നമുക്കൊരു എക്സാം റിവിഷൻ വേണമെങ്കിൽ കൊടുക്കാം. ആ രീതി നോക്കിയാൽ പോലും ഈ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം ഇപ്പോഴും ഉണ്ട്. ഇതിൽ തന്നെ ചിലർ ഓൾറെഡി പ്രിപ്പയർ ചെയ്തവരുണ്ടായിരിക്കും, റിവിഷൻ സ്റ്റേജിലേക്ക് എത്തിയവരുണ്ടാവാം. അവർക്ക് ഇത് റിവൈസ് ചെയ്യാനും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് നോക്കാനുള്ള നല്ല സമയമുണ്ട്. അത് നമ്മൾ ഫുൾ ടൈം ആണെങ്കിൽ. ഇനി ഫുൾ ടൈം അല്ല, നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഒരു ദിവസം നിങ്ങൾക്കൊരു 6 to 7 hours ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഏറ്റവും ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനി ഈ ഒരു എക്സാം വിളിക്കണമെങ്കിൽ ഒരു 3 years കഴിയണം. അപ്പോഴത്തേക്ക് എത്രത്തോളം വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സമയം, ഈ ഒരു 1 month. ഇത് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യുക. ഇതിൻ്റെ സിലബസ് ഡിസ്കഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് വേണം പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ.